മല്ലുവിന് ചില സംശയങ്ങൾ ഈ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ ഒരു വീഡിയോയും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ് തീർത്ത കഥയായിരിക്കാം, ചിലപ്പോൾ പറയാൻ ബാക്കി വെച്ച കഥയായിരിക്കാം. കേൾക്കാം. അത് ട്രീറ്റ്മെന്റിനൊക്കെ അഫക്ട് ചെയ്യും. നീര് വരും കയ്യില്. കാര്യം പിക്ലൈനൊന്നും ഇട്ടിട്ട് ഇങ്ങനെ കിടന്ന് ചാടാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ജനങ്ങളാണ് ഇവർ ഈ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ കുറെ സീരിയൽ ഓഡിയൻസ് പോലത്തെ സ്ത്രീകളാ. നിങ്ങൾ അറിയാവുന്ന ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി, ഈ പിക്ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ഈ കയ്യൊക്കെ ഇട്ട് തുള്ളി ഡാൻസ് ഒക്കെ ചെയ്യുന്ന സാധനത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് പണി കിട്ടും. നിങ്ങൾ അതിൽ അവർ ഡാൻസ് കളിക്കുന്നത് അതിന് ഇവിടുത്തെ അടിയിലത്തെ സെലോ ടേപ്പൊക്കെ ആ ടേപ്പൊക്കെ വിട്ടു പോകുന്നുണ്ട്. ഓഹോ! അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നോ? നമുക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. കുറെ അമ്മച്ചിമാര് വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. മല്ലു ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോയിൽ കേട്ടോ. ഇനി ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മല്ലുവിന്റെ ചാനലൊന്ന് കയറി കണ്ടാൽ മതി. പക്ഷെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുറത്തു വിട്ടിട്ടുള്ളത്. കാണാം. അതാണ് എനിക്ക് ഡൗട്ട്. ഇവര് തുടക്കത്തിൽ തന്നെ ഇവർക്ക് പിക്ലൈൻ ഇവർക്ക് അത്രയും വെയിൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. ഐ ഡോണ്ട് നോ. ഇത് എനിക്ക് എന്റെ അറിവില്ലായ്മയാണ്, ക്ഷമിക്കണോട്ടോ. കാര്യം എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്ത് പറയുന്നതേ ഉള്ളൂ. അല്ല, മിക്കവാറും ഇത് താങ്കളുടെ തന്നെ ആയിരിക്കും ഈ അറിവില്ലായ്മ. ഒരുപാട് ആളുകൾക്ക് അറിവ് കുറച്ച് കൂടുതലാന്നുള്ളതാണ്. ഇതെന്താ സാധനം അറിയില്ലേ? ഇതൊരു ടാപ്പാണേ. ഈ ടാപ്പ് ഇങ്ങനെ കീറി ഒരു കഷ്ണം, അടുത്ത കഷ്ണം, ഇത് എന്നിട്ട് ഇങ്ങനെ എടുക്കണം. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കേട്ടാൽ മതി. ഓക്കെ അല്ലേ? കേട്ടോളി. എൻ്റെ പേര് ശ്രുതി. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ചായി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇനിയും ചെയ്യാതിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എൻ്റെ കാര്യം ക്യാൻസറാണ്, പുള്ളിക്കാരി 4th സ്റ്റേജിലൂടെയാണ് പോകുന്നതെന്നൊക്കെ കുറച്ചായിട്ട് ആളിങ്ങനെ പറയുന്നുണ്ട്, ഓരോ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ അതേ സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അതിനേക്കാൾ അപ്പുറം ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ പറയാൻ കാരണം, ഇപ്പം ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ക്യാൻസർ പല രീതിയിലും ബാധിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പുള്ളിക്കാരി ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആളുടെ പിക്ക് ലൈൻ ഇട്ടതിൻ്റെ കാര്യത്തിലായാലും, പുള്ളിക്കാരിക്ക് പിക്ക് ലൈൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര ഷോയും അത് വെച്ചിട്ട് അതിൽ തൊടുന്നു, ഭയങ്കര ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ സംഭവം ഹൈലി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉള്ളൊരു കാര്യമാണ്. പുള്ളിക്കാരി അതിൽ തൊടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്കിപ്പോൾ ഓൾറെഡി കയ്യിൽ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഇട്ടതിന് ശേഷം എനിക്കിപ്പോൾ ഈ കയ്യിൽ തൊട്ടാലോ ഒന്നും അറിയത്തില്ല, എൻ്റെ സെൻസറി നെർവ് ഡാമേജായി. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അതേപോലെ ഇൻഫെക്ഷൻ്റെ കാര്യം, നമുക്ക് പബ്ലിക് പ്ലേസിൽ പോകാൻ പറ്റത്തില്ല, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നിട്ട് വെന്റിലേറ്ററിൽ വരെ പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പുള്ളിക്കാരി ഇതൊക്കെ കാണിക്കുന്നതും ഒരു 4th സ്റ്റേജ് ക്യാൻസറിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ രീതികളും തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. പുള്ളിക്കാരിക്ക് അസുഖമുണ്ട്, ഓക്കെ, ശരിയാണ്. പക്ഷേ എന്ന് കരുതി ഈ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കരുത്. കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് അത്രയും ശ്രദ്ധിക്കണം. അതൊരു ചെറിയ ജലദോഷമാണെങ്കിൽ പോലും ന്യൂമോണിയ ആവും, നമുക്ക് വെന്റിലേറ്റർ ആ ഒരു ലെവലിലേക്ക് എത്താനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വെറുതെ ആൾക്കാരിലേക്ക് തെറ്റിദ്ധാരണ പരത്താതിരിക്കുക. വയ്യാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇരിക്കുക. അതും ചിരിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട, വീഡിയോസ് ചെയ്യേണ്ട എന്നല്ല. ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 56 ലക്ഷം രൂപയോളം ഇതുവരെ തന്നെ ഞങ്ങൾക്ക് ചിലവായി. എനിക്കിവിടെ അമൃതയിൽ ഓങ്കോളജി, റുമറ്റോളജി, ന്യൂറോ, നെഫ്രോ, കാർഡിയോ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതും നമ്മൾ ഒരു ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പുള്ളിക്കാരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എന്നിട്ട് മെഡിസിൻസിന് തെറ്റായ എമൗണ്ട്സ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമുക്കിവിടെ തന്നെ കീമോ ചെയ്യാനും ഇതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ പേഷ്യൻസിനെ കാണുമ്പോൾ 1 മാസം പ്രായ കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ട്രീറ്റ്മെൻറ്റ്സിന് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പാരൻസിനായാലും പുള്ളിക്കാർ കൊടുക്കുന്നത് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസാണ്. ഒന്നും കറക്റ്റായിട്ടുള്ള രീതിയിലല്ല. കാരണം നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു കീമോ സ്റ്റാർട്ട് ചെയ്തൊരു പേഷ്യൻറ്റിന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വൊമിറ്റിങ്, ക്ഷീണം കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷെ പുള്ളിക്കാരുടെ രീതിയിലൊന്നും ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അതേപോലെ ഹെയർ ഫാളിൻ്റെ കാര്യം,
പുള്ളിക്കാരി പറയുന്ന ഹെയർ പോയി, പുരികം പോയി, കൺപീലി പോയി, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മൈക്രോ ബ്ലേഡിങ് ചെയ്തതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. പക്ഷെ എന്തോ എനിക്കതൊന്നും ഒട്ടും ഇതുവരെ സെറ്റായിട്ടില്ല. മേ ബി പുള്ളിക്കാരിക്ക് ക്യാൻസർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കാം, ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വെറുതെ മറ്റുള്ളവരിലേക്ക് ഒരു തെറ്റിദ്ധാരണ കൊടുക്കാതിരിക്കുക. ഞാനിനി ഇത് പതുക്കെ ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഒരു കൃത്യമായിട്ടുള്ള വണ്ടാരം ഇവര് ആരെയോ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം അസുഖങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുക എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ വേറെ ഒരു അർത്ഥം വെച്ചിട്ടൊരു കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ക്യാൻസർ രോഗികളായ ആളുകളോട് എനിക്കൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ ഇത് കാരുണ്യയിൽ കിട്ടുമോ എന്ന് നോക്കുക. കാരുണ്യ പദ്ധതിയിലൂടെ എങ്ങനെ മരുന്ന് വാങ്ങാം എന്ന് വെച്ചാൽ, ഓരോ RCCയിലും അതത് ഡിപ്പാർട്ട്മെന്റിൽ ജീവനക്കാരുണ്ടാവും. അവരെ പോയി കാണുക, സംസാരിക്കുക, നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കോപ്പി കാണിക്കുക, കാര്യങ്ങൾ നോക്കുക. അതുപോലെ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മല്ലുവിന് എന്തോ ഒന്നും കൂടി പറയാനുണ്ട്, കേൾക്കാം. എക്സാക്ട്ലി. എനിക്കും തോന്നുന്ന ഒരു കാര്യം ഇതാണ്, ക്യാൻസർ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഏത് സ്റ്റേജാണ് അവർ പറഞ്ഞേക്കുന്നത് തെറ്റായിട്ടായിരിക്കും എനിക്ക് തോന്നണത്. അതിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും സീരിയസ് ഒന്നും അല്ലായിരിക്കും അവർ ഈ പറഞ്ഞ്, അതായത് വീഡിയോയിലും മറ്റേലൊക്കെ വന്ന് പറഞ്ഞ്, ഇന്റർവ്യൂലൊക്കെ വന്ന് പറഞ്ഞ പോലത്തെ അത്ര സീരിയസ് ഇഷ്യൂ അല്ല അവർക്ക്. ഓക്കെ, ഇല്ല, അസുഖമില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അത് ക്യൂർ ആവണം, അവർ തിരിച്ചു വരണം, ഒരു ആരോഗ്യത്തോടെ തന്നെ ജീവിക്കട്ടെ, നല്ല രീതിക്ക് എത്ര വർഷങ്ങൾ ജീവിക്കാൻ പറ്റുമോ അത് ജീവിക്കട്ടെ. അത് സന്തോഷമുള്ള കാര്യം. ഒരു മനുഷ്യൻ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാവണമെന്നോ എന്നല്ല നമ്മൾ പറയുന്നത്. അതെ, ഇത്തരം അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. എത്ര കാലങ്ങളായി നമ്മളിത് പറയുന്നു. നമ്മളിത് പറഞ്ഞാൽ കുഴപ്പം. തേച്ച് വാരി ഒട്ടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. സത്യസന്ധമായി സത്യം വിളിച്ച് പറഞ്ഞ് എങ്ങനെയൊക്കെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാം എന്ന് പറഞ്ഞ സന്ദീപ് എടപ്പാൾ ആരാണെന്നറിയപ്പോൾ? ചില മാധ്യമങ്ങളൊക്കെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിലുള്ള ആളുകൾ പോലും അത് വിശ്വസിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്ത് പറയാനാണ്? എൻ്റെ FIRന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും, ഒരു പണിയുമില്ലാത്ത കാര്യം. പക്ഷേ അവർ തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്തും ഈ നാട്ടിലുള്ള, എൻ്റെ നാട്ടിലുള്ള പല ആളുകൾ അത് ആഘോഷിച്ചു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വയൽ ശേഖരം നികത്തുന്നതിനെതിരെയാണ് ഞാൻ സംസാരിക്കാറ്, നിരന്തരമായിട്ട് സംസാരിക്കാറുണ്ട്. അവർക്ക് ഇങ്ങനെ മണ്ണിട്ടാണ് നികത്തണം പാടം മുഴുവൻ, എന്നിട്ട് ഇങ്ങനെ പീസ് പീസാക്കി വിറ്റങ്ങോട്ട് ജീവിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണം. അവരുടെ തലമുറ, വരും തലമുറ ഇവിടെ മണ്ണ് തിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ, പ്ലാസ്റ്റിക് തിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ വയൽ ശേഖരം നികത്താൻ വേണ്ടി അവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ സന്ദീപ് എടപ്പാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഘോഷിക്കാതിരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ഒരു അസുഖം ബാധിച്ച വ്യക്തിക്കെതിരെ ഒരുപാട് ആളുകൾ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എന്നാൽ അവർക്കെതിരെ ഒന്നും ആർക്കും ഒരു കുഴപ്പമില്ല. മാന്യം മര്യാദക്ക് സഭ്യത നിറഞ്ഞ വാക്കുകൾ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന സന്ദീപ് ആരാണെന്നറിയോ? സന്ദീപാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഇപ്പോൾ മല്ലു പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, ഈ മല്ലു പറഞ്ഞ കാര്യങ്ങൾ മുൻപ് തന്നെ ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാണിച്ചതാണെന്നുള്ളതാണ്. അതിനി എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ കുറച്ച് ആളുകൾ ഇതേ വിഷയങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നിരുന്നു. പിന്നെ ഒരു പ്രസ്തുത വ്യക്തി മാത്രം നിരന്തരമായിട്ട് ഇത് മാത്രം കണ്ടന്റ് ആക്കി ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെന്തോ TV ചാനൽ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് മെഴുകിക്കുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അതുകൂടാതെ ഒരു പ്രസ്തുത ചാനലുണ്ട്, അവരുടെ ചാനൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഈ പ്രസ്തുത വ്യക്തിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴാണെന്നുള്ളതാണ്. അവർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ പോലും ഇട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി ഇപ്പോൾ ഇന്റർവ്യൂവിനൊന്നും വരുന്നില്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും വരുന്നില്ല, പക്ഷെ പോസ്റ്റുകൾ അവർ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നിർത്തിയതാ. പക്ഷെ മല്ലു ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേറ്റീവായ കാര്യമാണെന്ന് ഓർത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വായ മൂടി കെട്ടിക്കൊണ്ട് അവർ പറയുന്ന മുഴുവൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. മല്ലുവിനെ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തതാണ്, എന്നിട്ട് അവർ കൊടുത്തൊരു ബൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഒന്നേ പറയുന്നുള്ളൂ നിങ്ങളോട്, ദയവ് ചെയ്ത് അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കഴിയുന്ന രീതിയിൽ സഹായം കൊടുക്കണം എന്നുള്ളതാണ്.
സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരോരുമില്ലാതെ, ആരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട ആളുകൾ, ചില കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖം കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നു. നമ്മളെ കൊണ്ട് പണം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഒരു ഷെയർ മതി, ഒരു ഹൈപ്പ് മതി, അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട്, എന്തോ സംതിങ് പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരുടെ റീച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പരമാവധി ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈപ്പ് ബട്ടൺ അവിടെ ഉണ്ട് എങ്കിൽ ദയവ് ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. ഇതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.